നമ്മൾ ഈ മാധ്യമങ്ങൾ അവഗണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ഏത് മാധ്യമങ്ങളാണ് ഏറ്റെടുക്കേണ്ടിയിരുന്നത് എന്നുള്ളതിനും കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക്. കാരണം ഇപ്പൊ നമ്മൾ യൂട്യൂബില് കുംഭമേള എന്നടിച്ച് നോക്കിക്കഴിഞ്ഞാല് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ചെയ്തിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുള്ളൂ. അതല്ലാതെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട, മില്യൺ കണക്കിന് ആൾക്കാർ കണ്ടിട്ടുള്ള ഭയങ്കര വർണ്ണാഭമായിട്ടുള്ള ചടങ്ങിന്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റീൽസ്, പിന്നെ അതുപോലെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലായിട്ട് വളരെ നിഷ്കളങ്കമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പം അത് അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരൊക്കെ നല്ല ഫോട്ടോസ് എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പൊ അതായത് ഇപ്പം ഇവിടുത്തെ മാധ്യമങ്ങൾ അവഗണിച്ചില്ലേ എന്നുള്ളത് ഇപ്പം ഇത് ലക്ഷ്യം വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. സത്യം പറഞ്ഞാൽ അവര് ലക്ഷ്യം വെച്ച സംഗതി കൃത്യം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെ ഇൻഡിവിജ്വലി ഇപ്പൊ ഒരു 10 ഒരാള് സ്റ്റാറ്റസ് ഇടുമ്പോൾ എത്ര ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വൽ മീഡിയ എന്നുള്ള രീതിയിൽ അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്.